ഇറാന്റെ എണ്ണ സ്വന്തമാക്കുമെന്നും ഖാർഗ് ദ്വീപ് പിടിക്കുമെന്നും അവകാശപ്പെട്ട യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖാർഗിൽ ഇറാൻ പ്രതിരോധം എളുപ്പം മറികടക്കാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു. 20 എണ്ണ ടാങ്കറുകൾക്ക് ഇറാൻ അനുമതി നൽകിയെന്നും നാളെ ഹോർമുസ് കടക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ വൈദ്യുത നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഒരു കടുത്ത പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. 10 ദിവസത്തേക്ക് അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവില്ല എന്നുള്ള യുഎസിന്റെ ഉറപ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് നടക്കുന്ന ആക്രമണങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങളെ ഗൾഫ് രാജ്യങ്ങളടക്കം ഭയക്കേണ്ടതുണ്ട്. നിലവിൽ യുഎസ് സർവകലാശാലകളൊക്കെ വലിയ ഭീതിയിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു വശത്ത് മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതായി പറയുന്നു, മറുവശത്ത് വലിയ തരത്തിലുള്ള ആക്രമണവും നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ജിൽസി, തീർച്ചയായിട്ടും സംഘർഷം അതിൻ്റെ വ്യാപ്തിയിലേക്ക് തന്നെ നീങ്ങുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ഈ മേഖലയിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ട്രംപിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് വളരെ വിശദമായി തന്നെ ട്രംപ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള വെനിസ്വല മോഡലിലാണ് ഇറാനിലേക്കുള്ള തൻ്റെ സമീപനമെന്ന് വ്യക്തമാക്കുന്നത്. അതായത് വെനിസ്വലയുടെ എണ്ണ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ വന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇറാൻ്റെ എണ്ണയും തങ്ങളുടെ കൈപ്പിടിയിൽ വരും. അതിന് ഖാർഗ് ദ്വീപ് ഒരുപക്ഷെ താൻ ആക്രമിച്ചേക്കാം, ഒരുപക്ഷെ അതിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുന്നു. തുടർന്നാണ് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള ചർച്ചകൾ ഇറാനുമായിട്ട് പാകിസ്ഥാൻ മുഖേന നടക്കുന്നതായിട്ടും അതിൽ വലിയ പുരോഗതി ഉണ്ട് എന്നുകൂടി ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് താൻ മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗവും ഇറാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ചർച്ചയോടുള്ള അവരുടെ വലിയ ഒരു ഗൗരവം എത്രയുണ്ട് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവായിട്ട് കൂടി ട്രംപ് വിശദീകരിക്കുകയാണ്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ 20 എണ്ണ ടാങ്കറുകൾക്ക് ഹോർമസ് കടക്കാനുള്ള അനുമതി കൂടി ഇറാൻ നൽകിയെന്ന് കൂടി ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ നേരത്തെ പല ഘട്ടങ്ങളിലും ഈ ചർച്ചകൾ തുടരുന്നതായിട്ടും ചർച്ചകളിൽ വലിയ പുരോഗതി ഉള്ളതായിട്ടും ഇറാനിലെ ആദരണീയ നേതാക്കളുമായിട്ടാണ് ചർച്ച എന്നൊക്കെ പറഞ്ഞ ട്രംപിൽ നിന്ന് ഇത് എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാൻ പറ്റും? കാരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും വന്നിട്ടില്ല. വിശ്വാസ്യതയും പരസ്പര ബഹുമാനവും വീണ്ടെടുക്കാതെ അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയും നടത്തുന്നതിനോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന ഒരു നിലപാടാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഇന്നലെയും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപ് വലിയ തോതിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സൈനിക കടന്നാക്രമണവുമായിട്ട് താൻ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുന്നു. 13,000 കേന്ദ്രങ്ങളിൽ ഇതിനകം തന്നെ ഇറാനിൽ ആക്രമണം നടന്നു കഴിഞ്ഞു. ഇനി ഒരു 3,000 കേന്ദ്രങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അതിനു മുമ്പ് തന്നെ ഒരു കരാറിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കൂടി ട്രംപ് അവകാശപ്പെടുന്നു. നേരത്തെ ജിൽസ് സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും വൈദ്യുത ജലശുദ്ധീകരണ പ്ലാന്റുകളിലേക്ക് കൂടി ആക്രമണം നീളുന്നതാണ് കൂടുതൽ ആശങ്ക ഉയർത്തുന്ന ഘടകം. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഇറാനിൽ ആക്രമണം നടന്നു. അതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേലിലെ ബീർഷേബയിൽ കെമിക്കൽ ഫാക്ടറിക്ക് നേരെ ആക്രമണം നടന്നു. എത്രയോ മണിക്കൂറുകൾ നീണ്ടുനിന്ന വലിയ തീപിടുത്തമാണ് ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ മാത്രം തെക്കൻ ഇസ്രായേലിൽ 32 പേർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഒരുപക്ഷെ ഏതർത്ഥത്തിലാണെന്നറിയില്ല കുവൈത്തിലെ വൈദ്യുത ഊർജ്ജ കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടന്നു. അതിലാണ് ഒരു ഇന്ത്യൻ ജീവനക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം മലയാളിയാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെ വലിയ തോതിൽ ഈ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായിട്ട് കുവൈത്ത് ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നുവെങ്കിൽ പോലും അതൊക്കെയും ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചതായിട്ടാണ് അതാതിടങ്ങളിലെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ജിൽസി, നാസർ, അതിനപ്പുറത്ത് യുഎസ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ, അതായത് ഖാർഗ് ദ്വീപ് പിടിച്ചടക്കും, അതത്ര വിഷമമുള്ള കാര്യമല്ല എന്നൊക്കെ പറയുമ്പോൾ അത് നേരത്തെയും ഒക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവന പോലെ തന്നെ ഒരു അവകാശവാദമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഹോർമുസുമായി ബന്ധപ്പെട്ട യുഎസ് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായിട്ടുണ്ട്. അത് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ ചില സൈനിക സന്നാഹങ്ങളൊക്കെ ഈ മേഖലയിൽ ശക്തമാക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന പ്രസ്താവന. അതായത് അത്തരമൊരു നീക്കത്തിന് എത്ര കണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ അവകാശവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ചെന്നുകൊണ്ട് ഈ ഒരു സൈനിക സന്നാഹത്തെയൊക്കെ നിരത്തി അത്തരത്തിലൊരു ശ്രമത്തിന് എത്രത്തോളം സാധ്യതയുണ്ട് നിലവിൽ?
ജിൽസി ഒരുപക്ഷേ ചർച്ചയിലേക്ക് പിന്നെ ഇറാനെ കൂടുതൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്രയും വലിയൊരു സൈനിക സന്നാഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ അമേരിക്ക തീരുമാനിക്കുന്നത്. കാര്യങ്ങൾ പിന്നെ കുറെ കൂടി വ്യക്തമായി വരേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ തന്നെ 3500-ലധികം മറീനുകളാണ് USS ട്രിപ്പൊളിയുടെ ഭാഗമായിട്ട് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. വൈദഗ്ധ്യം നേടിയ മറീനുകളാണ്. അവ ഏത് സാഹചര്യത്തെയും അവർക്ക് മറികടക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ട്രംപ് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ സൈനികരെ എത്തിക്കുന്നുണ്ട്. ഇനിയിപ്പം ജോർജ് ബുഷ് എന്ന മറ്റൊരു പടക്കപ്പൽ കൂടി ഈ മേഖലയിലേക്ക് വരാൻ ദിവസങ്ങൾക്കകം അതും കൂടി എത്തും. അപ്പോൾ 10,000-ലധികം സൈനികരെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കാർഗ് പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഇതാദ്യമായിട്ട് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുന്നത്. അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഹോർമുസിന്റെ നിയന്ത്രണം തന്റെ കയ്യിൽ വരും. അതോടുകൂടി ഇറാന്റെ എണ്ണ അനിശ്ചിതകാലത്തേക്ക് തന്നെ താൻ നിയന്ത്രിക്കും എന്ന അർത്ഥത്തിൽ ഇത്രയും പിന്നെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ തിരിച്ച് ഇറാൻ നേതൃത്വം അല്ലെങ്കിൽ ഇറാനിലെ സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നത് ആ മേഖലയിൽ ഹോർമസ് കടലിടുക്കിൽ തങ്ങളുടെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. കാരണം ഭാവിയിലും ഹോർമസിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും തങ്ങളുടെ കൈപ്പിടിയിൽ ഉണ്ടാകും. അതിന് അന്തർദേശീയ തലത്തിലുള്ള അംഗീകാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള ചില ഉപാധികളാണ് തങ്ങൾ അമേരിക്കയ്ക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നത്. അത് അമേരിക്ക അംഗീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ആക്രമണം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾക്ക് ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരം വേണമെന്ന ഈ രണ്ട് ഉപാധികളാണ് ഇന്നലെ ഇറാൻ സർക്കാർ വക്താവ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെയും നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 15 ഉപാധികൾ താൻ മുന്നോട്ട് വെച്ചതിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഇറാൻ അംഗീകരിച്ചതായും പാകിസ്ഥാനുമായി നടക്കുന്ന ചർച്ചകൾ വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകുന്നതായും ഉടൻ തന്നെ ഒരു കരാറിലെത്തുമെന്ന് കൂടി ട്രംപ് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ട്രംപ് പറയുന്നത് കാരണം വളരെ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ വളരെ ആധികാരിക സ്വഭാവത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അദ്ദേഹം പറയുന്നത് താൻ ഈ എണ്ണ നിയന്ത്രിക്കും അല്ലെങ്കിൽ ഇറാന്റെ എണ്ണ പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ അമേരിക്കക്കുള്ളിൽ നിന്ന് വലിയ ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്തരം ഒരു ദൗത്യത്തിന് പുറപ്പെടുന്നത് എന്ന്. അവരോട് തനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിഡ്ഢികളാണ്, താൻ വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണം. അതുകൊണ്ട് സൈനിക സമ്മർദ്ദം വളരെ ശക്തമായിട്ട് ഒരുപക്ഷെ സമീപകാലത്ത് ഒന്നുമില്ലാത്ത വിധത്തിലുള്ള സൈനിക മുന്നൊരുക്കങ്ങളും വളരെ വിപുലമായിട്ടുള്ള തോതിലുള്ള സന്നാഹങ്ങളുമാണ് അമേരിക്ക ഈ മേഖലയിൽ തുടരുന്നത്. പക്ഷേ ഇനിയും ഒരു കരയുദ്ധത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും 8 മുതൽ 12 ലക്ഷം വരെ സൈനികരെ അണിനിരത്താനുള്ള ശേഷിയുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് അത്തരമൊരു കരയാക്രമണം വരികയാണെങ്കിൽ തങ്ങളുടെ പൂർണ്ണ മേധാവിത്വത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇറാനുള്ളത്. പക്ഷേ ഇതിനെ കൂടുതൽ ശക്തമായിട്ട് മറികടക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ച എത്ര കണ്ട് വിജയത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ തികഞ്ഞ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നതും. ജിൽസി. ശരി, സീനാസറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പശ്ചിമേഷ്യയിൽ ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് പൂർവാധികം ശക്തിയോടെ സൈനിക സന്നാഹങ്ങൾ നിരത്തി ഇറാനെ ചർച്ചയിലേക്കും അതുവഴി സമ്മർദ്ദത്തിലാക്കാനുമുള്ള US-ന്റെ ശ്രമങ്ങളും പതിവ് പോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതുമൊക്കെ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള